ഏറ്റവും നന്ദനായ കുര്യാക്കോസ് അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ച് ഒരാഴ്ച പിന്നിടുകയാണല്ലോ. വലിയ നോമ്പ് നമുക്ക് നൽകുന്നതാണ് ആ വലിയ ഊർജവും ദൈവികമായ അനുഭവങ്ങളും പൂർണ്ണമായ നിലയിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച പമ്പാടി സെൻട്രൽ കൺവെൻഷനായിരുന്നു. അതിൽ നമ്മളെല്ലാവരും പങ്കെടുത്തു. നമ്മുടെ ദേവാലയത്തിലുള്ളതായ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ ഭവനങ്ങൾ വെച്ചുള്ള കൂട്ടായ്മയുടെ ഒന്നാം യോഗമാണെന്ന്. ഇന്ന് നമുക്ക് ദൈവവചനം നമ്മോട് അറിയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഏറ്റവും മന്ദനായ കുര്യാക്കോസ് വർഗീസ് അച്ഛനാണ്. അച്ഛനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല, പക്ഷേ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കോട്ടയം ഭദ്രാസനം ദിനം ജനുവരി 7-ാം തീയതി നമ്മൾ ആഘോഷിച്ചപ്പോൾ ഭദ്രാസനം മുഴുവനായി ആദരിച്ച 2 വൈദികരിലെ ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വർഗീസ്. അതിന് എന്തിനാന്ന് നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു കിഡ്നി ആരും അറിയാതെ വളരെ രഹസ്യത്തിൽ ദാനമായി ഒരു മാന്യ വ്യക്തിക്ക് നൽകുകയുണ്ടായി. അതുകൊണ്ടാണ് ആ വ്യക്തി ഇന്നും ജീവിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് ആ വ്യക്തിയാണ് ആരോടും വെളിപ്പെടുത്തരുത് എന്ന് അച്ഛൻ വളരെ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടതാണ്. പല സന്ദർഭങ്ങളിലായിട്ടും അച്ഛൻ ഒരിക്കലും അത് വെളിപ്പെടുത്തിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കടപ്പാടെന്ന നിലയിൽ അത് വെളിപ്പെടുത്തിയപ്പോഴാണ് ലോകം അറിയുന്നത്. അങ്ങനെ ജീവിത സാക്ഷ്യം അനുഭവത്തിൽ കൈവരുത്തിയ ഒരു വലിയ മനുഷ്യനാണ്. അച്ഛൻ്റെ ഇടവക മീനിടം സെന്റ് തോമസ് ഇടവകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് ചെമ്പുക്കാവ് ആ പള്ളിയിൽ എനിക്ക് പിതാവ് ഇവിടുന്ന് മാറി താമസിക്കുകയും ചെയ്ത് ആയിരുന്നു. വീണ്ടും ഇപ്പോൾ മീനിടം സെന്റ് തോമസിലേക്ക് ഇടവക ആവുകയാണ്. അലങ്കര സഭയിലെ ജീവിക്കുന്ന പരിശുദ്ധനായി ജീവിച്ച ഒരു പുണ്യപിതാവിൻ്റെ ഏറ്റവും വാത്സല്യവാനായ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ. കാലം ചെയ്ത പുണ്യപുരുഷനായ അന്തോണിയോസ് തിരുമേനിയുടെ കാരണം അലങ്കര സഭയിൽ പാസ്പോർട്ട് എടുക്കാത്ത ഏക മെത്രാപ്പൊലീത്ത അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത നിഷ്ഠകൾ മലങ്കര സഭയ്ക്ക് ഇന്നും ചൈതന്യമായി, ഇന്നും നമ്മളെ പ്രചോദിപ്പിക്കുന്ന വലിയ അനുഭവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. തിരുമേനിയുടെ ഏറ്റവും വാത്സല്യവാനായ ശിഷ്യനായി, തിരുമേനിയുടെ മരണം വരെ തിരുമേനിയെ അനുധാവനം ചെയ്ത് എപ്പോഴും ഒരു നിഴലായി തിരുമേനിയോടൊപ്പം ആയിരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ നിരണം ഭദ്രാസനത്തില് ആനിക്കാട് മാർ ബസേലിയോസ് പള്ളിയുടെ വികാരിയും മല്ലപ്പള്ളി അന്തോണിയോസ് ദേറ അന്തോണിയോസ് തിരുമേനി സ്ഥാപിച്ച ആ ദേറായുടെ സുപ്പീരിയറുമായി സത്യർഹമായി സേവനം അനുഷ്ഠിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അച്ഛൻ്റെ സംഭാവനകൾ വളരെയധികം വിലയുള്ളതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഉപരിപഠനം നടത്തിയിട്ടുള്ള അച്ഛൻ LLM ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി നാളെ കേരള ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. കഴിഞ്ഞ മേൽപ്പെട്ട സ്ഥാന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികമായി പരിഗണിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പേരായിരുന്നു.
എന്നാൽ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രാവശ്യം മാറി നിൽക്കണമെന്നുള്ളതായ ചിന്തയിൽ അച്ഛൻ മാറി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഈ വന്യ പുരോഹിതനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് സന്ധ്യയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അച്ഛൻ്റെ വചനങ്ങൾ നമുക്ക് ആത്മീയ പ്രചോദനം നൽകുകയും നോമ്പ് പൂർണ്ണമായ നിലയിൽ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. നമ്മുടെ പ്രാർത്ഥനാ സംഗമത്തിന്റെ പ്രഥമ യോഗം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട അച്ഛന്റെ ദൂത് നമുക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി നമ്മുടെ ഇടവയിലേക്ക്, ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് പ്രാർത്ഥനാ സംഗമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, നമ്മുടെ ഇടവാങ്ങള്, ഇടവയ്ക്ക് പുറത്തുള്ളവര്, അങ്ങനെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവ ദൂത് നൽകുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛനെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതന്നെ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെടുക്കരുതൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസം തീർത്തരുൾകിൻ്റെ ദേവ. ത്രിയേകദൈവത്തിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും ആദരണീയനും ജ്യേഷ്ഠ തുല്യം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇടവകയുടെ വന്ദ്യനായ പോളച്ചൻ പരിശുദ്ധ നോമ്പിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളേവരുമേ ഒരിക്കൽ കൂടി പുണ്യമുള്ള നോമ്പ് നോക്കുവാനും ആചരിക്കുവാനും ദൈവം നമ്മൾക്ക് വലിയ ഭാഗ്യം തന്നിരിക്കുകയാണ്. ശ്രേഷ്ഠമായ ഈ നോമ്പിലൂടെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ പലപ്പോഴും നോമ്പിനോട് ചേർത്ത് അതിനെ അലങ്കൃതമാക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. നോമ്പ് എന്ന പദം കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടി വരിക. ഒന്ന് പ്രാർത്ഥന, രണ്ടാമത് ഉപവാസം. ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നോമ്പ് ശ്രേഷ്ഠമാകുകയില്ല എന്ന് നമ്മൾക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ഉപവാസങ്ങൾക്കും എല്ലാം ചില അപകടങ്ങൾ ഉണ്ട്. പരിശുദ്ധ പിതാക്കന്മാരെ നോമ്പിലെ പ്രാർത്ഥനകളോടുകൂടി എല്ലാം ചേർത്ത് വയ്ക്കുന്നത് നോമ്പിൽ സ്നേഹമില്ല എങ്കിൽ നോമ്പ് നിരർത്ഥകമാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്ന നമുക്ക് സ്നേഹം യഥാവണ്ണം വിളമ്പി മനുഷ്യരെ കരുതുവാനും അവരെ പ്രാർത്ഥനയോടും നോമ്പോടും അടുപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ
ഈ നോമ്പ് നിരർത്ഥകമാണ്. എന്തിനാ നോമ്പ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സുഹൃതം കിട്ടാനാണോ നോമ്പ് നോക്കുന്നത്? ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നോമ്പ് നോക്കുന്നത് എന്തിനാ? സുഹൃതം കിട്ടാനാണോ? നമ്മൾ നോമ്പ് നോക്കുന്നതിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. വീട്ടില് പോയ സമാധാനം തിരികെ വരാൻ, തലതെറിച്ച സന്താനങ്ങള് നേരെയാവാൻ, ഭർത്താവിൻ്റെ കുടി മാറാൻ, വെള്ളമടി മാറാൻ, ഭാര്യ നേരെയാകാൻ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞാനും നിങ്ങളും നോമ്പ് നോക്കുന്നത്. എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും നമ്മൾ ആദ്യം പറയുന്ന, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്, അല്ലേ? പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേർ എന്ത് പറയും? എന്തായിരിക്കും പ്രാർത്ഥിക്കുക? ആദ്യം പ്രാർത്ഥിക്കുക ഭക്ഷണം തരണേന്ന് പ്രാർത്ഥിക്കുമോ? ഇല്ല, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കും. പഠിച്ചില്ലേലും മാർക്ക് കിട്ടണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒളിപ്പിച്ച് വെച്ച് അത് പ്രാർത്ഥനയുടെ രൂപത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കുറേ കാലമായി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ നോമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നോമ്പിൽ ആരോടെങ്കിലും കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടോ? ഉണ്ടോ? നോമ്പിൽ ആരോടും കൂടുതൽ സ്നേഹം തോന്നുന്നില്ല. ഭർത്താവുമായിട്ട് പൊരിഞ്ഞ അടിയായിരുന്നു. അപ്പൊ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി സമാധാനം ഉണ്ടാകാൻ മിണ്ടാതിരുന്നാൽ മതി എന്നായി വിഷയം. അയൽപക്കത്ത് ഭയങ്കര ബഹളമാണ്, അവരുമായിട്ട് ഭയങ്കര പ്രതിസന്ധിയിലാണ്. ഇനി അവരുമായിട്ട് നോമ്പ് കഴിയുന്നിടം വരെ മിണ്ടാതെ ഇരിക്കണം. അപ്പൊ ഈ 50 ദിവസത്തേക്ക് നമ്മുടെ സകല കലാപരിപാടികൾ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് 50-ാം ദിവസം പൂർവ്വശക്തിയോടുകൂടി അതിൽ മടങ്ങി വരുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് നോമ്പല്. എല്ലാ പ്രാവശ്യത്തെ നോമ്പിലും നമ്മൾ ഇങ്ങനെ ശ്രേഷ്ഠതയുടെ പടവുകൾ ചവിട്ടി കയറിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരായിത്തീർന്നേ? നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യം പറയുന്നത്. ഞാൻ ആരായിത്തീർന്നേനെ? വലിയ വിശുദ്ധന്മാരുടെ ശ്രേണിയിലേക്ക് ആയിത്തീർന്നേനെ. പക്ഷെ നോമ്പിൽ എല്ലാം മാറ്റിവെക്കും. അത് കഴിഞ്ഞ് നോമ്പ് വീടുന്ന ദിവസം ഇതെല്ലാം എടുത്ത് അണിയും, ആടയാഭരണങ്ങളായിട്ട് ഇത് അണിയും. അപ്പൊ അങ്ങനെ നമ്മൾ നോമ്പിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒളിപ്പിച്ച് വെച്ച്, ചിലതൊക്കെ മാറ്റി വെച്ച്, ചിലതൊക്കെ കഴിക്കാതെ മാറ്റി വെച്ച്, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നോമ്പ് നോക്കുകയാണ്. പക്ഷെ ഈ പ്രാർത്ഥന ഒരിക്കലും ഈ ബലിപീഠത്തോട് സമീപിക്കുന്നില്ല. നമുക്കൊരു വിലാപമുണ്ട്. എന്താണ് വിലാപം? കുറേ കാലമായി ഇങ്ങനെ നോമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഫലം കാണുന്നില്ല, അല്ലേ? പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഫലം കാണുന്നുണ്ടോ? ഇല്ല, ഒന്നിനും ഫലം കാണുന്നില്ല. കുറേ പ്രാർത്ഥിക്കുന്നു, ദൈവം അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു. എൻ്റെ യാചനകൾക്ക് നല്ല മറുപടികൾ ദൈവസന്നിധിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിലാപമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് വെച്ചാൽ, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഇത് ബലിപീഠം വരെ നടന്ന് എത്തുവാൻ കഴിയുള്ളൂ. നല്ല ആരോഗ്യമുള്ളവനോട് ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ പറഞ്ഞാൽ നടന്നു പോകാൻ അവന് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥനയ്ക്ക് ആരോഗ്യമില്ലാത്ത പ്രാർത്ഥനകൾ നമ്മളെ ഒരു ബലിപീഠത്തിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആരോഗ്യം പോരാ. ഇതൊരു പുതിയ കണ്ടെത്തലാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ല, നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് വേദഭാഗത്തിൽ പറയുന്നുണ്ട്. സുവിശേഷ ഭാഗങ്ങൾ ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിരന്തരമായി തുടർച്ചയായ ചില പ്രാർത്ഥനകളുടെ ആ
ആരാധനയുടെ അനുഭവത്തെ ശ്രേഷ്ഠമാക്കുന്ന തരത്തിൽ അത് ജനങ്ങളിലേക്ക് പകരുകയാണ്. ഇപ്പൊ ശ്രേഷ്ഠമായ ആരാധനയുടെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന ഇങ്ങനെ തുടർന്ന് കൊണ്ടേയിരിക്കണം. നിരന്തരമായ ഇടവിടാതെ അനസ്യൂതം ഇങ്ങനെ പ്രാർത്ഥന പ്രവഹിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങളിന്ന് നമസ്കാരത്തിന് മുമ്പ് ഇവിടെ വന്ന സമയത്ത് മുതൽ നമസ്കാരം അവസാനിക്കുന്ന സമയം വരെ ഇവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ആ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ അവസാനിക്കുന്നിടം വരെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ തുടർച്ചയായിട്ട് നിരന്തരമായി ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എവിടെയെങ്കിലും പ്രാർത്ഥന നിന്നു പോകുന്നു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അവിടെ കുറിയലായിസോൻ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് അതിനെ ഫില്ല് ചെയ്യും. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെ ഇടതടവില്ലാതെ നിരന്തരമായി നടത്തുവാനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, മനസ്സും അതിനോടൊത്ത് സഞ്ചരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ പിതാക്കന്മാര് ഈ നോമ്പിൽ ഭക്ഷണക്രമങ്ങളൊക്കെ വെടിഞ്ഞ് ഈ പ്രാർത്ഥന നോമ്പോട് ചേർത്ത് വെച്ച് നിരന്തരമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഒരു ബലിപീഠത്തോട് സമീപിക്കുവാനാണ്. ആ ബലിപീഠത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് അർത്ഥസമ്പൂർണമാകുകയുള്ളൂ. ഇപ്പൊ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ദുഃഖങ്ങളെയും വിട്ടൊഴിയുന്ന ഒരു സുദിനമുണ്ട്. ആ സുദിനത്തിലേക്കാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്. ആ സുദിനത്തിന്റെ പേരാണ് ഉയർപ്പ്. 50 ദിവസത്തെ യാത്ര ചെന്നെത്തുന്നത് പരമമായ ആ സന്തോഷത്തിലേക്കാണ്, ഉയർപ്പാകുന്ന ആ ബലിപീഠത്തിലേക്കാണ് ഞാനും നിങ്ങളും ചെന്നെത്തുന്നത്. ഇപ്പൊ ഇടതടവില്ലാതെ നിരന്തരമായി അനസ്യൂതം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ആ ബലിപീഠത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആരോഗ്യം പോരാ. ഈ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഉപവാസങ്ങൾ അർത്ഥസമ്പൂർണമാകുകയുള്ളൂ. പിന്നെ ഈ പരാതി വേണ്ട. കാലം ഇത്രയുമായി പ്രാർത്ഥിച്ചു, കാലം ഇത്രയുമായി നോമ്പ് നോക്കി, പക്ഷേ ഈ നോമ്പ്, ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള യാചനകൾക്ക് ഉത്തരമരുളാത്തക്ക രീതിയിൽ ആയിപ്പോയി എന്നുള്ളൊരു പരാതിയും വേണ്ട ഇനി. കാരണം ഈ നോമ്പ് അർത്ഥസമ്പൂർണമായ അനസ്യൂതം പ്രവഹിച്ച് ആ ആരോഗ്യപരമായി ആ ബലിപീഠത്തിലേക്ക് എത്തിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നല്ല യാതനകൾക്ക് തീർച്ചയായിട്ടും മറുപടി ലഭിക്കും. പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുടെ മഹത്തായ അനുഭവത്തിലാണ് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. എന്നാൽ നമ്മളുടെ ആ അനുഭവം, ആ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുവാൻ സാധ്യമായില്ലെങ്കിൽ ആ ബലിയും ആ നോമ്പും ഉപവാസങ്ങളും എല്ലാം നിരർത്ഥകമായിട്ട് തീരുകയാണ്. കുറെ കാലമായി ഇങ്ങനെ ബലിപീഠത്തോട് സമീപിക്കുവാൻ ബലിയർപ്പണത്തിനായി ഞാനും നിങ്ങളും പങ്ക് കൊള്ളുന്നുണ്ട്. എന്നാൽ പിതാക്കന്മാർക്ക് ഈ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്നതിനെ കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഒന്ന് എത്തി നോക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചു കൊള്ളാം. ശ്രേഷ്ഠമായ ആ നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾക്ക് നോമ്പ് നോക്കുവാനും ആ പ്രാർത്ഥന യഥാർത്ഥമായ ബലിപീഠത്തോട് സമീപിക്കുവാനും തക്കവണ്ണം അത് ഉപയുക്തമായി തീരുന്ന ഒരു കീർത്തനമുണ്ട്. വിശുദ്ധ ബലി ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സമയങ്ങളിലും നമ്മൾ ചൊല്ലുന്നതാണ്. നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് ആ ഗീതം ചൊല്ലാം. ആബേലിൻ കുഞ്ഞാടും നോഹിനുടെ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാലേ കാക്കുക. പരിശുദ്ധ ബലിയർപ്പണത്തിന് മുമ്പ് ഈ ഗീതം ആലപിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അടർത്തി എടുത്ത ചില അടരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്
പിതാക്കന്മാര് ഈ പാട്ട് ഈ ഗീതം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗീതത്തിൽ 3 ബലികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ബലി ആരുടെ ബലിയാണ്? ഹാബേലിന്റെ ബലി. രണ്ടാമത്തെ ബലി നോഹയുടെ ബലി. മൂന്നാമത്തെ ബലി അബ്രഹാമിന്റെ ബലി. ഈ 3 ബലിക്കുമുള്ള പ്രത്യേകത അവരുടെ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു, നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന ബലിപീഠം വരെ സഞ്ചരിച്ച് എത്തുവാനായിട്ട് സാധിച്ചു. ഒന്നാമത്തെ ബലി എന്ന് പറയുന്നത് ഹാബേലിന്റെ ബലിയാണ്. 2 സഹോദരങ്ങൾ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. മൂത്ത സഹോദരന്റെ പേര് കായീൻ, ഇളയവന്റെ പേര് ഹാബേൽ. 2 പേരും ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാൻ പോകുന്നു. മൂത്തവൻ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. മൂത്ത സഹോദരൻ കായീൻ നിലത്തെ ഒരു അംശം മാത്രം എടുത്തുകൊണ്ടാണ് ബലിയർപ്പണത്തിനായിട്ട് പോകുന്നത്. ബലിയർപ്പണത്തിന് പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് മുതലേ ഒരുക്കം ആരംഭിക്കണം. ബലിയർപ്പണത്തിന് തിരഞ്ഞെടുക്കുന്ന ബലിവസ്തു, അതിനെക്കുറിച്ച് നല്ല ധ്യാനവും നല്ല ചിന്തയും ഉണ്ടാകണം. അതിൻ്റെ തെരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമായിരിക്കണം. അപ്പൊ കായീൻ എന്ത് ചെയ്തു? നിലത്തെ ഒരു അംശം മാത്രമാണ് എടുത്തത്. തൃശ്ശൂരോട്ടൊക്കെ പറയും ഈ ശവത്തിന് ഈ പാട്ട് മതി എന്ന്. അതായത് രക്തച്ചൊരുത്തിലൊന്നുമില്ലാത്ത ഒരു ബലിയാണ് അർപ്പിക്കുന്നത്. എൻ്റെ വിയർപ്പ് കുറേ ഈ ഭൂമിയിൽ വീണതാണ്, അതുകൊണ്ട് ഈ നിലത്തെ ഒരു അംശം അത് മതി ദൈവത്തിന് എന്നുള്ള ഒരു ചിന്ത. നമ്മൾ പൊതുവെ ഈ ആദിഫല ശേഖരണ പെരുന്നാളൊക്കെ ആകുന്ന സമയത്ത്, ആദിഫല പെരുന്നാൾ അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്യും. എന്തായിരിക്കും അനൗൺസ് ചെയ്യുക? നല്ല ഫലങ്ങൾ, വീട്ടിലെ ആദ്യ ഫലങ്ങളൊക്കെ ദേവാലയത്തിൽ സമർപ്പിക്കണം എന്ന്. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ചിന്ത എന്തായിരിക്കും? ദൈവത്തിന് എന്തിനാണ് ഇതൊക്കെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് കേട്ട വാതി കേൾക്കാത്ത വാതി അമ്മച്ചി ഓടി തൊടിയിലേക്ക് ചെന്നു. തൊടിയിൽ ചെന്ന് നല്ല മത്തങ്ങയൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ്. അമ്മച്ചി ഏതായിരിക്കും ദൈവത്തിന് കൊടുക്കാനൊക്കെ സാധ്യതയുള്ളത്? അമ്മച്ചിയെ തെരഞ്ഞെടുക്കുന്നത് ഈച്ച കുത്തിയ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മത്തങ്ങയായിരിക്കും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല റബ്ബർ ഷീറ്റ് എടുത്ത് മാറ്റി വെച്ചേച്ച് ചണ്ടിയൊക്കെയുള്ള, ഇങ്ങനെ നോക്കിയാൽ ആകാശം കാണാത്ത റബ്ബർ ഷീറ്റ് ഒക്കെ ആയിരിക്കും ദൈവത്തിന് കൊടുക്കുവാൻ പോകുന്നത്. ഞാൻ റബ്ബർ ഷീറ്റിൻ്റെയും മത്തങ്ങയുടെയും വില കുറച്ച് കാണുവാനല്ല ഇത് പറഞ്ഞത്. ശ്രേഷ്ഠമായ തെരഞ്ഞെടുപ്പ് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ അത്യാവശ്യമാണ്, അനിവാര്യമാണ്. കായീൻ തെരഞ്ഞെടുത്തത് നിലത്തെ ഒരു അംശമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. ശ്രേഷ്ഠമായത് തെരഞ്ഞെടുക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. ഇനി നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങുമ്പോൾ അവൻ വഴിയിൽ കാണുന്നവരോടൊക്കെ സംസാരിച്ച് വഴിയിലെ വഴിയോര കാഴ്ചകളിൽ മയങ്ങിയാണ് അവൻ നടന്ന് നീങ്ങുന്നത്. പണ്ട് കാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ വെള്ളിയാഴ്ച ആകുമ്പോൾ അവരുടെ തുണിയൊക്കെ അലക്കി ഉണക്കി മടക്കി വൃത്തിയാക്കി വെച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, എല്ലാ അനുതാപത്തിൻ്റെ മസിമൂറുകളും ചൊല്ലി, മാതൂകിനമാർ ഫീലക്സീനോസിൻ്റെ നമസ്കാരങ്ങളൊക്കെ പൂർത്തിയാക്കി വേദപുസ്തകം വായിച്ച് അത് ധ്യാനിച്ചുകൊണ്ടായിരിക്കും അവർ ബലിപീഠത്തെ ലക്ഷ്യമാക്കി നടക്കുന്നത്. വഴിയിൽ കാണുന്നതൊന്നും അവർക്കൊരു കാഴ്ചയേ അല്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ബലിപീഠം ഉണ്ടായിരുന്നു. ആ ബലിപീഠത്തിൽ കത്തി അമരുന്ന 12 തിരികൾ ഉണ്ടായിരുന്നു. ആ ബലിപീഠത്തിൽ ശ്രേഷ്ഠമായ ഒരു കുരിശുണ്ടായിരുന്നു. അതിനെ സ്വപ്നം കണ്ടാണ് അവർ ബലിപീഠത്തോട് നടന്ന് നീങ്ങിയിരുന്നത്. ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും അവര് ബലിപീഠത്തോട് സമീപിക്കുകയാണ്. ശ്രേഷ്ഠമായ തിരഞ്ഞെടുപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വഴിയോര കാഴ്ചകളിൽ മയങ്ങിപ്പോകുന്ന ഓരോ വിശ്വാസിക്കും അവരുടെ പ്രാർത്ഥന ഒരിക്കലും ബലിപീഠത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഹാബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിടയനായിരുന്നു. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ശ്രേഷ്ഠമായ ഒന്നിനെ തെരഞ്ഞെടുത്തു. ഏറ്റവും ശ്രേഷ്ഠമായ, ഒരു രോമം പോലും കൊഴിഞ്ഞു പോകാത്ത, തൻ്റെ ഹൃദയത്തോട് പറ്റിയിരുന്ന,
ഹൃദയത്തിന്റെ താളം അറിയുന്ന, ഹൃദയതാളം അറിയുന്ന ശ്രേഷ്ഠമായ ഒരു ആട്ടിൻകുട്ടിയെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. അവൻ അതിനെ ചങ്കോട് ചേർത്ത് വെച്ചാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്, ബലിപീഠത്തിലേക്ക് നടന്ന് നീങ്ങുന്നത്. കൂടെ ഒരു പ്രാർത്ഥനയും. എന്തായിരിക്കും അവന്റെ പ്രാർത്ഥന? ദൈവമേ, ബലഹീനമായതിനെ സ്വീകരിക്കണമേ എന്നുള്ളതാണ് അവന്റെ പ്രാർത്ഥന. ഓരോ അടിയും അവൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവന്റെ അനുതാപം, അവന്റെ നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥന, ബലഹീനമായതിനെ സ്വീകരിക്കണമേ എന്നുള്ള ശ്രേഷ്ഠമായ യാചന ബലിപീഠത്തോടാണ് സമീപിക്കുന്നത്. ഈ രണ്ടുപേരും ബലിപീഠത്തിൽ കൊണ്ടുപോയി ബലി അർപ്പിച്ചു. ആരുടെ ബലി സ്വീകരിച്ചു ദൈവം? ഹാബേലിന്റെ ബലി സ്വീകരിച്ചു. കാരണം എന്താ? തെരഞ്ഞെടുപ്പ് നന്നായിരുന്നു, ഒരുക്കം നന്നായിരുന്നു, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അനസ്യൂതം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ദൈവസന്നിധിയിൽ നിന്ന് അടിപതറുന്നില്ല. അവന്റെ മനോവിചാരങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമുക്ക് ഈ ബലിപീഠത്തെ സ്വപ്നം കാണാൻ സാധിക്കുന്നില്ല, ബലിപീഠത്തോട് അടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മനോവിചാരങ്ങൾ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് ചിന്നിച്ചിതറി പോവുകയാണ്. നിങ്ങൾ പള്ളി വന്ന് ധ്യാനിച്ചിട്ടല്ല അന്ന് ഉച്ചയ്ക്ക് എന്ന് എന്ത് കറി ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? ഭർത്താവിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും പിള്ളേരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും ധ്യാനിക്കുന്നത് ഈ കുർബാനയ്ക്ക് വരുമ്പോഴല്ലേ. എന്തൊക്കെ കറി ഉണ്ടാക്കണം, വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇവയെല്ലാം നമ്മൾ ആലോചിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അച്ഛൻ വിളിച്ചു പറയുന്നത്, ബോധങ്ങളും വിചാരങ്ങളും മുകളിലിരിക്കണം എന്ന് പറയും. പക്ഷെ കാലങ്ങളായി പഠിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിന് പ്രതിവാക്യം ഇങ്ങനെ ഉരുവിടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ എൻ്റെ ബോധവും വിചാരവും ഉച്ചയ്ക്ക് എന്നാ കറി ഉണ്ടാക്കണം എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. എൻ്റെ ബോധവും വിചാരം വൈകിട്ട് ഇനി ആരെയൊക്കെ കണ്ട് സംസാരിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ഒരു 80% ധ്യാനം, വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെയാണ്. നമുക്കപ്പോൾ കത്തുന്ന മെഴുകുതിരി കാണാൻ പറ്റുമോ? അവിടെ ആര് വിശുദ്ധ ബലി അർപ്പിക്കുന്നു എന്ന് കാണാൻ പറ്റുമോ? എന്തൊക്കെയാണ് അച്ഛൻ പ്രസംഗിക്കുന്നതെന്ന് കേൾക്കാൻ സാധിക്കുമോ? ഇത് വല്ലച്ചാതി ഒന്ന് തീർന്നെങ്കിൽ എത്രയും വേഗം വീട്ടിൽ പോയി പരിപാടി നടത്താമായിരുന്നു. ചിലപ്പോൾ അരിയിട്ടിട്ടായിരിക്കും അവസാന സമയത്തേക്കെങ്കിലും ഓടി കയറി വരുന്നത്. അവർക്കാണ്, അവസാനം വരുന്നവർക്കാണ് ആദ്യം പോകേണ്ടതും. അവരായതുകൊണ്ട് എവിടെ നിൽക്കും? പൂമുഖവാസികളായിട്ട് പുറത്തേ നിൽക്കുള്ളൂ. കാരണം അവർക്ക് ഈ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവസാനത്തെ പീരീഡ് ആകുമ്പോൾ പുസ്തകമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കും. നോട്ട് എഴുതണം എന്ന് പറഞ്ഞാൽ ടീച്ചറെ കടിച്ച് കൊല്ലാനുള്ള വാശിയായിരിക്കും നമുക്ക്. കാരണം ഇതൊക്കെ ഓൾറെഡി എടുത്ത് വെച്ച് ബട്ടൺസ് ഒക്കെ ഇട്ട്, സഞ്ചിക്ക് ബട്ടൺസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ബെല്ലടിച്ചാൽ ഉടനെ തന്നെ ഇറങ്ങി ഓടാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ആരോ നിർബന്ധിച്ച് നമ്മളെ ഈ ബലിപീഠത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നമ്മള് പൂമുഖത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത സമയം ബെല്ലടിച്ചു കഴിഞ്ഞാൽ, സേലോൻ ബസ്സിലോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുന്ന് ഇറങ്ങി ഓടണം. അന്നാരാണ് അച്ഛൻ കൽപ്പന, അനൗൺസ്മെന്റ്. ഇതൊന്നും നമുക്ക് ഒട്ടും സഹിക്കത്തില്ല. കാരണം ഇതൊക്കെ ദേവാലയത്തിലെ ക്രമീകരണങ്ങളുടെ ഭാഗമല്ല എന്നാണ് നമ്മളെ ആരോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ആരോ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ഒരുക്കമില്ലാതെ നമ്മുടെ ബോധങ്ങൾ, നമ്മുടെ വിചാരങ്ങളൊക്കെ നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ഭവനങ്ങളിലെ, നമ്മുടെ പ്രതിസന്ധികളുടെ, നമ്മുടെ ആലോചനകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ പ്രാർത്ഥനകളിൽ ഇങ്ങനെ കലർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ വരും. എന്താണ് വരുന്നത്? അയ്യോ, അപ്പച്ചൻ്റെ രോഗം മാറ്റണമേ, അല്ലേ? പിള്ളേരെ നന്നാകണമേ. പിള്ളേരെ നന്നാവുമോ? നന്നാവൂല. കാരണം എന്താ? മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കൂല. എവിടെയെങ്കിലും മുളച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കൾ ഉണ്ടാവും. അങ്ങനെയല്ലേ പിള്ളേരെ? ഇവര് നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, എന്താ പഠിക്ക് 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 എന്ന്. ഇവര് പഠിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഈ പറയുന്നവർ ഇങ്ങനെയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ അവരെവിടെയായേനെ?
കാരണം നമുക്ക് പഠിക്കാൻ സാധിക്കാത്തത് നമ്മുടെ ആഗ്രഹങ്ങൾ അടുത്ത തലമുറയിലേക്ക് സന്നിവേശിപ്പിച്ച് അത് കണ്ട് തൃപ്തി അടയാൻ വേണ്ടി നമ്മൾക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് എന്താണ് +2 കഴിയുമ്പോഴത്തേക്കും വിദേശത്തേക്ക് പറഞ്ഞയക്കും. ഇവിടെ 10 പൈസയുടെ പണിയെടുക്കില്ല, ഭൂമിയെ കുറിച്ച് പുല്ല് പറിക്കുകയില്ല. അവിടെ ചെന്ന് ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ പോയി കഷ്ടപ്പെട്ട് അവൻ്റെ നട്ടലിൻ്റെ കണ്ണിയൊക്കെ പറഞ്ഞായിരിക്കും, എനിക്കൊക്കെ കൈ കൊടുത്തായിരിക്കും അവന് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒന്ന് പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് വരുമ്പോൾ അവൻ ഏതോ വലിയ ജോലിയൊക്കെ ആണെന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരും പറയുന്നു ഇവിടെ കഷ്ടപ്പെട്ടാൽ യാതൊരു പ്രയോജനവും ഇല്ല, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എന്തെല്ലാം തുറവികൾ നമ്മൾക്ക് ഉണ്ട്. കഷ്ടപ്പെടുവാനും അതിലൂടെ ആദായം നേടുവാനും ഈ പറഞ്ഞ് കഷ്ടപ്പെടുന്നതിൻ്റെ പകുതി കഷ്ടപ്പാട് മതി നാട്ടിൽ ശ്രേഷ്ഠമായി ജീവിക്കുവാൻ. പക്ഷെ നമ്മളെ ആരോ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് കടന്നു പോകണം, മറ്റൊരു ദേശത്ത് ചെന്നാലേ സുരക്ഷിതമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ ലോകത്തിലും എല്ലാ രാജ്യങ്ങളിലും രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥിതികൾ മാറി വരും. ആ മാറി വരുന്നതിന് അനുസരിച്ച് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറി പാർത്തിട്ടോ ഓടിപ്പോയിട്ടോ ഒന്നും യാതൊരു രക്ഷയില്ല. അവിടെയും ഈ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥിതികൾ ഇങ്ങനെ മാറി വരും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിച്ച് പ്രതിസന്ധികളിൽ നിന്ന് നാം ഒളിച്ചോടുമ്പോൾ നമ്മൾ ബലിപീഠത്തിൽ നിന്നാണ് അകന്ന് പോകുന്നത്. നമ്മൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന ഒരിക്കലും ആ ബലിപീഠത്തോട് ചെന്ന് എത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമാകണം, നടക്കുന്ന വീതികളിൽ ബലഹീനമായതിനെ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും നോമ്പും ഉപവാസവും എല്ലാം ദൈവസന്നിധിയിൽ സമീപിക്കുന്നത്ര ശക്തിയുള്ളതായിട്ട് തീരണം. ഈ ശ്രേഷ്ഠനായ ഈ സഹോദരൻ, ഹാബേൽ എന്ന സഹോദരൻ തൻ്റെ ശ്രേഷ്ഠമായ ആട്ടിൻകുട്ടിയെ, താൻ ഏറ്റവും സ്നേഹിച്ച ആട്ടിൻകുട്ടിയെ ബലിപീഠത്തിൽ കൊണ്ടുപോയി ബലിയർപ്പിച്ചു. ദൈവം ആ ബലി സ്വീകരിച്ചു. ദൈവം ആ ബലി സ്വീകരിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത് നിന്ന കായീന് ഒരു പ്രശ്നമുണ്ടായി. അവൻ്റെ മുഖം വാടി. നമുക്ക് അങ്ങനെയാണല്ലോ. എങ്ങനെയാ? നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ നമ്മുടെ മുഖം വാടും. നമുക്ക് കിട്ടാത്തത് കൊണ്ടുള്ള കുശുമ്പ് ആണ്. സ്പിരിച്വൽ ജലസിയുടെ ആരംഭം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് ആണ്. ശ്രേഷ്ഠമായ ഒന്ന് ഒരാൾക്ക് ലഭിക്കുമ്പോൾ അതിൽ അസൂയ പൂണ്ടുന്ന ഒരു മനുഷ്യനോട് ദൈവത്തിന്റെ ഒരു ആജ്ഞയുണ്ട്. എന്താണ് അത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നല്ലത് ചെയ്തെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ലയോ? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാണ്, നീയോ അതിനെ കീഴടക്കണം എന്ന്. നല്ലത് ചെയ്യാത്തതിന്റെ പേരിൽ ബലി സ്വീകരിക്കപ്പെടാത്തതിന്റെ പേരിൽ സ്വന്തം സഹോദരനോട് അസൂയ പൂണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അവന്റെ ജീവൻ അപഹരിക്കത്തക്ക രീതിയിൽ അവന്റെ ധ്യാനം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നോമ്പിൽ സ്നേഹം കലർത്താതെ, പ്രാർത്ഥനയ്ക്ക് ആരോഗ്യമില്ലാതെ നമ്മൾ ബലിപീഠത്തിലേക്ക് നടന്നു നീങ്ങി ഒരു ബലിയർപ്പിക്കുമ്പോൾ ആ ബലി സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മളും പലതരത്തിൽ പല കൊലപാതകങ്ങൾക്ക് സാക്ഷിയും പല കൊലപാതകങ്ങൾക്ക് പ്രതികളും ആയിത്തീരും എന്നുള്ള ഒരു സന്ദേശം ലോകത്തോട് പരോക്ഷമായിട്ട് ദൈവം വിളിച്ചു പറയുകയാണ്. നല്ലത് ചെയ്തെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ലയോ എന്ന്. നീ നല്ലത് ചെയ്യാത്തതിന്റെ പേരിൽ നല്ലത് ചെയ്തവനോട് എന്ത് അസൂയാണ് നിനക്ക് തോന്നേണ്ടത്? പാടില്ല. കാരണം പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുവാൻ തക്കമുള്ള ആരോഗ്യം ഉണ്ടാകണം. ഇവൻ പ്രാർത്ഥിച്ച് നടന്നു നീങ്ങിയത് ബലിപീഠത്തിലേക്കാണ്. അവന്റെ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിച്ചു. അതുകൊണ്ട് ദൈവം അവന്റെ ബലി കൈക്കൊണ്ടു. രണ്ടാമത്തെ ബലി ഈ കീർത്തനത്തിൽ പറയുന്നത് നോഹയുടെ ബലിയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യത്തിലാണ് ഇത് കാണുന്നത്. നോഹ ഒരു ബലിപീഠം പണിത് ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും ചിലത് എടുത്ത് കർത്താവിന് ഹോമബലി അർപ്പിച്ചു.
നമുക്കറിയാം, ഈ ലോകം പാപം കൊണ്ട് പെരുകിയപ്പോൾ ദൈവം ലോകത്തെ ഒന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട് തീരുമാനിച്ചു. ദൈവം എങ്ങനെയാണ് ലോകത്തെ വിശുദ്ധീകരിച്ചത്? വെള്ളം കൊണ്ടാണ് ലോകത്തെ വിശുദ്ധീകരിച്ചത്. വെള്ളത്തിന് വിശുദ്ധീകരിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? നമ്മൾ ശരീരം ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. ആന്തരിക അശുദ്ധികളെ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് വേണ്ടി നമ്മൾ വെള്ളമാണ് കുടിക്കുന്നത്. ശരീരത്തിൽ 80% വെള്ളമാണ് ഉള്ളത്, നമുക്ക് നന്നായി അറിയാം. ഈ വെള്ളത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വെള്ളത്തിന് മെമ്മറി ഉണ്ട്, ഓർമ്മയുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല മനസ്സോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ തന്നെ അവന് തൃപ്തി വരും എന്ന്. അത് വെള്ളത്തിൻ്റെ മെമ്മറിയാണ്, ഓർമ്മയാണ് കാണിക്കുന്നത്. നമ്മൾ ജനിച്ച സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് നമ്മൾ താമസിക്കുകയാണ്. ജനിച്ച സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. ജനിച്ച സ്ഥലത്തേക്ക് നമ്മൾ വന്ന് എത്തുമ്പോൾ നമ്മുടെ ഹൃദയം അറിയാതെ തുടിക്കും, ത്രസിക്കും. ഒരു വല്ലാത്ത ഒരു ആകർഷണം ആ സ്ഥലത്തോട് നമ്മൾക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ കടന്ന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ സന്തോഷം അതാണ്. ആ ദേശത്തുള്ള, ആ ഭവനത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചിരുന്ന ആ സ്ഥലത്തെ വെള്ളത്തിൻ്റെ ഓർമ്മയും നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ഓർമ്മയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു പഠനം നടന്നു. ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 3 ആളുകളുടെ മുമ്പിൽ വെച്ചു. ഒരാളിൻ്റെ മുമ്പിൽ ഈ വെള്ളത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു 2-3 ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത ഗ്ലാസ് വെള്ളത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ഗ്ലാസിൻ്റെ വെള്ളത്തിന് മുമ്പിലിരിക്കുന്ന ആള് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ്, നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് ഓരോ പയറ് വിത്തുകൾ നട്ടു. പയറ് വിത്തുകൾ നട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ആളുടെ മുമ്പിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം ഉപയോഗിച്ച് നട്ട പയറ് വിത്ത് അത് മുളച്ചു. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ അത് കരിഞ്ഞുപോയി. മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ വെള്ളം ഉപയോഗിച്ച് പയർവിത്ത് നട്ടപ്പോൾ അത് കുറേ വളർന്നു വന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് നിന്ന് കരിഞ്ഞ് പോയി. എന്നാൽ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടിരുന്ന ആളുടെ മുമ്പിലിരുന്ന വെള്ളം ഉപയോഗിച്ച് പയർവിത്ത് നട്ടപ്പോൾ അത് വളരെ ആരോഗ്യത്തോടുകൂടി വളർന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു. വെള്ളത്തിൻ്റെ ഓർമ്മയെ കുറിച്ചാണ്, മെമ്മറിയെ കുറിച്ചാണ് പറയുന്നത്. അത് ഹോമിയോയിലും ഈ മെമ്മറിയൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പോട്ടെ, അപ്പോൾ വെള്ളത്തിന് വിശുദ്ധീകരിക്കുവാനുള്ള കഴിവുണ്ട്, അതിന് ഓർമ്മയുണ്ട്. വെള്ളത്തെക്കുറിച്ച് വളരെ ശാസ്ത്രജ്ഞന്മാർ വളരെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വെള്ളത്തിൻ്റെ സ്വാധീനം വളരെയാണ്. അതുകൊണ്ടാണ് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടേ ഇരുന്നു എന്ന്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വെള്ളത്തിന് മുകളിൽ പൊരുന്നി ആവസിച്ചു കൊണ്ടിരുന്നു എന്നാണ് സുറിയാനി പിതാക്കന്മാർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വന്നിറങ്ങി അതിന്മേൽ പൊരുന്നി ആവസിക്കുമ്പോൾ, അത് അടയിരിക്കുമ്പോൾ, പൊരുതിയിരിക്കുമ്പോൾ ചില മാറ്റങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ടാണ് ഈ 80% വെള്ളമുള്ള മനുഷ്യന്റെ ശരീരത്തിൽ പാവന റൂഹ, പാറകരീത്ത റൂഹ വന്നിങ്ങനെ പൊരുന്നി ആവസിക്കുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു? മനുഷ്യനായിട്ട് തീരുന്നു. ഈ മാനുഷിക ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് വളരുവാനും നമ്മുടെ ചിന്തകൾക്ക് വളർച്ചയുണ്ടാകുവാനും ശരീരങ്ങൾക്ക് അതിനനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുവാനും സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ വെള്ളം ഉപയോഗിച്ച് ദൈവം ഈ ലോകത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ലോകം മുഴുവൻ വെള്ളം കൊണ്ട് നിറച്ചു. എന്നാൽ നോഹയ്ക്ക് കൊടുത്ത ആജ്ഞപ്രകാരം നോഹ വലിയ ഒരു ദേവാലയം, ഒരു പെട്ടകം പണിതു. അതിലെ സകല ജീവജാലങ്ങളെയും ജോഡികളെയും അതിൻ്റെ അകത്ത് കയറ്റി ആ പെട്ടകത്തിൻ്റെ, ആ ദേവാലയത്തിൻ്റെ വാതിലുകൾ ബന്ധിച്ചു. പിന്നീട് എന്തായിരിക്കും അവിടെ നടന്നത്? ദേവാലയത്തിൻ്റെ വാതിലുകൾ അടച്ചാൽ പിന്നെ എന്തായിരിക്കും? കുറേ ആളുകളെ ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് ആ വാതിലുകൾ ബന്ധിച്ചാൽ പിന്നെ എന്തായിരിക്കും അവിടെ നടക്കുക? പറഞ്ഞേ, നിങ്ങൾ ധ്യാനിക്കാറില്ലേ?
പ്രാർത്ഥനയായിരിക്കും നടക്കുക. നിരന്തരമായ പ്രാർത്ഥനയായിരിക്കും നടക്കുക. എന്തിനു വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധീകരിക്കപ്പെടുവാൻ, അഴുക്കുകൾ കഴുകപ്പെടുവാൻ, ഈ ലോകം വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ടുള്ള നിരന്തരമായ പ്രാർത്ഥനയായിരിക്കും അവിടെ നടന്നത്. എല്ലാ മൃഗങ്ങളും, എല്ലാ ഇഴജാതികളും, പക്ഷികളും, പറവകളും ഒക്കെ ആ പെട്ടകത്തിന്റെ അകത്ത് ഉണ്ട്. തുടക്കത്തിൽ പ്രാർത്ഥനയ്ക്ക് നോഹയും കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ലേ? പക്ഷെ ഈ നിരന്തരമായ പ്രാർത്ഥനയുടെ ആ പ്രത്യേകത മൂലം പിന്നീട് മൃഗങ്ങളും ഇഴജന്തുക്കളും ഒക്കെ പതിയെ പതിയെ ആ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് തുടങ്ങി. നിങ്ങൾ ഈ ആരാധനയിലെ ഗീതങ്ങളൊക്കെ എവിടുന്നാ പഠിച്ചത്? അറിയോ? നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പോയി ആരാധനാ ഗീതം അഭ്യസിച്ചായിരുന്നോ? ഇല്ല. കഷ്ടാനുവാഴ്ചയിലെ പാട്ടുകൾ പ്രത്യേകം പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ട്രെയിനിങ് കിട്ടിയായിരുന്നോ? വല്ലപ്പോഴും അച്ഛന്മാർ വന്ന് അത് പാടുന്നത് ശരിയല്ല, ഇങ്ങനെയാണ് പാടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് തന്നായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി ഈ ഗീതങ്ങൾ നിങ്ങൾ എവിടെ നിന്നാണ് ആലപിച്ചത്? ഒരർത്ഥവും അറിയാതെ നിങ്ങൾ ദേവാലയത്തിൽ വന്ന് നിന്ന് ഇതിൻ്റെ ഇമ്പം നിങ്ങളുടെ കാതുകളിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ ആ ഗാനത്തിൽ ഇഴുകിച്ചേർന്ന് അങ്ങനെ പഠിച്ചതാണ്. പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരയ്ക്കുന്ന ശബ്ദമുള്ള ആളും വീട്ടിൽ പാട്ട് പാടിയാൽ പശു കയറ് പൊട്ടിച്ച് ഓടിപ്പോകുന്ന ആളും ഒക്കെ പാടിയാലും എല്ലാ ആളുകളും ഈ ദേവാലയത്തിലേക്ക് വന്ന് ഒരുപോലെ പാടുകയാണ്. എത്ര ഇമ്പകരമാണ് ഈ ആരാധനയെ നിങ്ങൾ ശബ്ദമുയർത്തി പാടുമ്പോൾ, എത്ര ഇമ്പകരമായി, എത്ര ശ്രേഷ്ഠകരമായി ഈ ഗാനങ്ങൾ ഇങ്ങനെ നടന്നു നീങ്ങിയാണ്, തുടർന്നു പോവുകയാണ്. ശ്രേഷ്ഠമായ ഈ ആരാധനയുടെ അനുഭവം നിങ്ങൾ പഠിച്ചത് ദേവാലയത്തിൽ നിന്നാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് പഠിക്കുവാനായിട്ട് സാധിച്ചത്. ഈ ആരാധനയെ സ്നേഹിക്കുവാനും ഈ ആരാധനയുടെ മടിത്തട്ടിൽ കിടന്ന് മയങ്ങുവാനും നിങ്ങൾക്ക് ലഭിച്ച അവസരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ശ്രേഷ്ഠമായ ഈ ആരാധനയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ അറിയാതെ വന്ന് ചേർന്നതാണ്. പള്ളിയിൽ പോകണം എന്നൊക്കെ മാതാപിതാക്കളൊക്കെ പറഞ്ഞാലും പോകണ്ടെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ പോവുക തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾ ഞായറാഴ്ച അറിയാതെ ഈ പുഴയിലേക്ക് വന്നു ചേരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ സന്നിവേശിച്ചിരിക്കുന്നതുകൊണ്ട് അറിയാതെ ഈ ആരാധനയിലേക്ക് വന്നെടുക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ അനുഭവത്തിലായിരുന്ന നോഹയുടെയും കുടുംബത്തിന്റെയും പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന സമയത്ത് ഈ മൃഗജാലങ്ങളൊക്കെ ഓരോ ദിവസം ഈ പ്രാർത്ഥനയോടും ഈ ആരാധനയോടും കൂടെ ചേർന്നു. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വിശുദ്ധി ഇല്ലാത്തതായിരുന്നു എല്ലാവരും. എന്നാൽ ഇവിടെ വേദപുസ്തകം അടയാളപ്പെടുത്തിയിരിക്കുന്നു, നോഹ ഒരു ബലിപീഠം പണിത് ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും ചിലത് എടുത്ത് ദേവാലയത്തിൽ ബലിപീഠം പണിത് അവയിൽ ബലിയർപ്പിച്ചു എന്ന്. അവരുടെ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്ന തരത്തിൽ ശുദ്ധിയുള്ളതിനെയാണ് നോഹ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുക. അവിടെ തെരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമായി. ശുദ്ധിയുള്ള എല്ലാത്തിനെയും തിരഞ്ഞെടുത്തില്ല, ചിലതിനെയാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പ് നന്നായിരുന്നു. ബലിപീഠത്തിൽ കൊണ്ടുപോയി നോഹ ബലി അർപ്പിച്ചു. ഏറ്റവും മനോഹരമായി ഈ ദേശങ്ങൾ അല്ലെങ്കിൽ ഭൂമി കാണപ്പെട്ട സമയത്ത് ആ പെട്ടകത്തിന്റെ വാതിലുകൾ തുറന്ന് നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ നിന്ന്, ആ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി വിശുദ്ധമായതിൽ ചിലതിനെ എടുത്തുകൊണ്ട് ഒരു ബലിപീഠം പണിത് അതുവയിൽ ബലിയർപ്പിച്ചു. ആ ബലി ദൈവം സ്വീകരിച്ചു. അപ്പൊ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കത്തക്ക വിധത്തിൽ വിശുദ്ധമായിരുന്നു, ആരോഗ്യമുള്ള പ്രാർത്ഥനയായിരുന്നു. ഓരോ കാൽവയ്പും ആ ബലിപീഠത്തോട് സമീപിക്കുന്നതായിരുന്നു. ഈ മൂന്നാമത്തെ ബലി എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ബലിയാണ്. ഒരു കുടുംബം ഒരുമിച്ച് ചേർന്ന് ശ്രേഷ്ഠമായ ഒരു ബലി അർപ്പിക്കുകയാണ്. കുറെ കാലമായി അബ്രഹാമിന് സന്താന സൗഭാഗ്യമില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്, അബ്രഹാമിന്റെ ബലിയെ കുറിച്ച്. ഭാര്യ സാറയ്ക്കും അബ്രഹാമിനും സന്താന സൗഭാഗ്യമില്ലാതിരുന്ന കാലത്ത്
അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്, നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഭംഗം വരുത്തിയില്ല. ഞാൻ ഈ അന്തോണിയോസ് തിരുമേനി ദേറായിലേക്ക് വന്ന സമയം മുതൽ തിരുമേനി ഈ പ്രാർത്ഥനയുടെ സമയം അങ്ങ് ഇരട്ടിയാക്കി. പരിശുദ്ധ കഷ്ടാനുവാഴ്ചയിലൊക്കെ ആണെങ്കിൽ ആർക്കും ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ല. രാത്രി നമസ്കാരമൊക്കെ 2 പ്രാവശ്യങ്ങളിലായിട്ട് നടത്താറുണ്ട്. അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. തിരുമേനി കാലം ചെയ്തപ്പോൾ എന്നൊരു ലേഖനം എഴുതിയപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്രകാരം കുറിച്ചു. തിരുമേനിയെ കുറിച്ചാണ് കുറിച്ചത്. തിരുമേനി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു, വാതിലടയ്ക്കാതിരിക്കാൻ. പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു, വാതിലടയ്ക്കാതിരിക്കാൻ. നിരന്തരമായ പ്രാർത്ഥന, ദൈവസന്നദ്ധിയിൽ നിന്ന് നല്ല യാതനകൾക്ക് മറുപടി കിട്ടും എന്ന് അല്പസമയം കൂടി കഴിയുമ്പോൾ നാം കണ്ടെത്തും, നാം കാണും. ഇവിടെ ഒരു കുടുംബം ശ്രേഷ്ഠമായി പ്രാർത്ഥിക്കുകയാണ്. ദമ്പതികൾ, അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുത്രന് വേണ്ടി, ഒരു പുത്രിക്ക് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി. അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരമരുളി. ദൈവം അവർക്കൊരു പുത്രനെ കൊടുക്കുകയാണ്. നല്ല ഒരു പുത്രനെ കൊടുത്തു. അവൻ ആ ആരാധനയുടെ അനുഭവത്തിൽ വളർന്നു വരികയാണ്. ഓമനിച്ചിട്ടും കൊതി തീരുന്നില്ല. അങ്ങനെയാണല്ലോ, കൊച്ചു പിള്ളേരെയൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ്. കൊച്ചിനെ എടുക്കും, അവൻ്റെ മുറുതാവിൽ ഉമ്മ വയ്ക്കും, ചുംബിക്കും, അവനോട് കളിക്കും. അവൻ്റെ ചിരി വലിയ രസമാണ്. അവൻ്റെ സോഫ്റ്റായിട്ടുള്ള മൃദുലമാർന്ന അവൻ്റെ പാദങ്ങൾ തൊടുവാൻ, അതിൽ ഉമ്മ വയ്ക്കാൻ, എന്തെല്ലാമാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് സന്തോഷത്തിൻ്റെ ഭാവത്തിൽ നമ്മൾ കാണിക്കുന്നത്. ഇപ്പം ഈ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ ഓമനിച്ച് കൊതി തീർന്നില്ല. അവൻ്റെ ബാല്യം കൈവിടുന്നതിന് മുമ്പ് ദൈവം അബ്രഹാമിന് ഒരു കൽപ്പന കൊടുത്തു. നീയുണ്ടല്ലോ, നിന്റെ പുത്രൻ, അവനെ അങ്ങ് മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കണമെന്ന്. ഒരു സമയം ഒരു പിതാവിൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടിപ്പോയി. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത് ഇവിടെയാണ്. തനിക്ക് സ്വന്തമായി ലഭിച്ച ഒരു ഏകജാതനെ അങ്ങ് മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുവാൻ ഒരു പിതാവും തയ്യാറാകുകയില്ല. തയ്യാറാകുമോ? ഒറ്റ കൊച്ചുള്ള ഒരു കൊച്ചിനെ കന്യാസ്ത്രീയാക്കാൻ വിടുവോ? നിങ്ങൾ വിടുവോ? വിടുമെങ്കിൽ വിടുമെന്ന് പറയണേ, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയണേ. വിടുവോ? നുണ പറയരുത്, നോമ്പിൽ നുണ പറയരുത്. വിടുവോ? നിങ്ങൾ വിടത്തില്ല. ഒറ്റ പുത്രനെ സന്യാസിയാകാൻ വിടുവോ? വിടുകയല്ല. പക്ഷെ ഞാൻ ഒറ്റ പുത്രനെ, എൻ്റെ അപ്പനും അമ്മയും സന്യാസിയാകാൻ മനസ്സ് കൂടാതെയോ അവരെന്നെ സന്യാസിയാകാൻ വിട്ടു എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾക്ക് ശ്രേഷ്ഠമായ ഒന്നിനെ ദൈവം ചോദിച്ചാൽ പോലും നമ്മൾ കൊടുക്കാൻ തയ്യാറാകുകയും, പക്ഷെ ദൈവം ചോദിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള ശങ്കയും കൂടാതെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുവാൻ അബ്രഹാം തയ്യാറാകുകയാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് ലോകം മുഴുവൻ വിളിക്കുന്നത്. എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു സജ്ഞ, അല്ലെങ്കിൽ ആ അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പദപ്രയോഗം, ആ പേര് മാഞ്ഞു പോകുകയില്ല. ആ വിശേഷണം ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. അവർക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞിനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ സാറയോട് വന്ന് അബ്രഹാം പറഞ്ഞു കാണും. ഈ മാർ അപ്രേമിൻ്റെ കീർത്തനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള വിശകലനങ്ങൾ ഉണ്ട്. മാർ അപ്രേം ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം സ്വപ്നം കാണുന്നുണ്ട്. കഷ്ടാനുവാഴ്ചയിലെ കീർത്തനങ്ങളിലൊക്കെ അതിൻ്റെ ശകലങ്ങളും അതിൻ്റെ ധ്വനികളും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു അബ്രഹാമിന് ദൈവസന്നിധിയിൽ നിന്ന് അരുളപ്പാടുണ്ടായപ്പോൾ മോറിയ മലയിലേക്ക് ബലി അർപ്പിക്കുവാനായിട്ട് തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് സാറയുടെ വിലാപമുണ്ട്. ചൊവ്വാഴ്ച രാത്രി നമസ്കാരത്തിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ വിലാപത്തെക്കുറിച്ച് അപ്രേം വളരെ കൃത്യമായിട്ട് സൂഗീസോയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നെ നീ തുണയറ്റോളാക്കി തീർക്കുമെന്ന അപ്രേമിൻ്റെ കീർത്തനങ്ങളിൽ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ മടിയിൽ നിന്ന് ഈ മകനെ പറിച്ചുകൊണ്ട് മോറിയ മലയിലേക്ക് പോവുകയാണ്. ഇനി അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മ കരയും. അമ്മ കരയുന്നുണ്ട്.
അമ്മയുടെ കവിളിൽ കൂടി കണ്ണുനീർ ധാരധാരയായി പ്രവഹിക്കുന്നുണ്ട്. അമ്മമാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്? ഈ കണ്ണുനീര്. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സ്നേഹമില്ലാത്തതോ പട്ടിണിയോ ദാരിദ്ര്യമോ തീവ്രവാദമോ ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അമ്മമാരുടെ കണ്ണുനീര് നഷ്ടപ്പെട്ടതാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ലോകത്തിൽ സമാധാനമില്ലാതെ പോകുന്നത്, സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, സമൂഹത്തിൽ വളരെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ സമൂഹം കടന്നു പോകുന്നത് അമ്മമാർക്ക് ഈ കണ്ണുനീര് നഷ്ടപ്പെട്ട് പോയത് കൊണ്ടാണ്. എല്ലാരെയും അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില രൂപങ്ങളുണ്ട് അല്ലെ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അമ്മയോട് ചോദിച്ചിട്ടില്ലേ, അമ്മയ്ക്ക് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറാകാൻ പാടില്ലായിരുന്നു? കാരണം എന്താ? അമ്മ രാവിലെ കൊച്ചിനെ ഒരുക്കുന്നു, അവനെ സ്കൂളിൽ വിടുന്നു, അവൻ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നു. സ്കൂളിലെ ടീച്ചർ പഠിപ്പിക്കുന്നതിനേക്കാൾ അമ്മ പഠിപ്പിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അമ്മയ്ക്ക് സ്കൂളിലെ ടീച്ചറാകാൻ പാടില്ലേ എന്ന്. വെറുതെ ഇരിക്കുന്ന സമയത്ത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം അല്ലേ? അമ്മയുടെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായിട്ട് പ്രവഹിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ കുഞ്ഞ് ചെന്ന് അമ്മയുടെ കവിളിൽ നിന്ന് ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും. അപ്പൊ അമ്മ പറയും, ഒന്നുമില്ലടാ മോനെ എന്ന് പറയും. നിങ്ങളുടെ ആരുടെയും കാര്യമല്ല പറഞ്ഞു കേട്ടോ, എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മള് കേൾക്കുന്നത്. ആ ഒരു വീട്ടിൽ ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നങ്ങളും ഇല്ല. അമ്മ തേങ്ങുന്ന ആ തേങ്ങല് കണ്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത്. കുറെ സമയം കഴിയുമ്പോൾ അമ്മ വീട്ടിലെ എല്ലാ ജോലികൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്കും കണ്ണുനീര് തുടയ്ക്കും. എന്നാലും നമ്മൾ ചോദിക്കും, എന്തിനാ അമ്മയെ കരയുന്നതെന്ന്? ഓ, പുക കൊണ്ടാണ് കരയുന്നടാ എന്ന് പറയും. അമ്മ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു അമ്മയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങളോട് വിവാഹം അയപ്പിച്ച അനേകം അമ്മമാർ എവിടെയുണ്ട്? നിങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ എവിടെ പോവാണെന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് പോവാണെന്നല്ല നിങ്ങൾ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? അമ്മയെ കാണാനാണ് പോകുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ അമ്മ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കില്ല. മോന് വരുന്നു എന്നറിഞ്ഞാൽ അമ്മ മോക്ക് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ച് ഈ മകളെ കാത്തിരിക്കും. അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് ഈ അമ്മ കാത്തിരിക്കും. അമ്മ കരയണം. കരയുന്ന ഒരു അമ്മ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം സുരക്ഷിതമായി, അത് രക്ഷിക്കപ്പെട്ടു. ആ ഭവനം ശ്രേഷ്ഠമായി സമാധാനത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ഒരു ഊർജം അവർക്ക് ലഭിക്കും. ഇന്ന് നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ, സ്വന്തം ഭവനത്തിൽ നാം ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരമ്മയുടെ കണ്ണുനീരിന്റെ ബലം അവിടെയുണ്ട്. ഞങ്ങള് പുരോഹിതന്മാര് അടിപതറാതെ കനൽ വഴികളിൽ നടന്ന് നീങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോ വഴികളിലും സമർപ്പിക്കുവാനായിട്ട് അമ്മമാരുടെ കണ്ണുനീരുണ്ട്. അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, ഒരമ്മയുടെ കണ്ണുനീരിന്റെ ബലമാണ് ഞാൻ ഇന്ന് ശക്തിയോടെ ഇവിടെ നിൽക്കുന്നത്. സമാധാനത്തോടും സന്തോഷത്തോടും ഈ ആരാധനയിൽ ആയിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ബലഹീനങ്ങളായ മാലിന്യം നിറഞ്ഞ ഈ കൈകളിലെടുത്ത് ആഘോഷിക്കുവാൻ സാധിക്കുന്നത് ഒരു അമ്മയുടെ കണ്ണുനീരിന്റെ ബലം കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ആരുടെ അധ്വാന ഫലം കൊണ്ടോ സൗഭാഗ്യം കൊണ്ടോ അല്ല ഇന്നിവിടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കരയുന്ന അമ്മമാർ നമ്മളുടെ ജീവിതത്തിന് പിന്നിലുണ്ടായതാണ്. അതുകൊണ്ട് പ്രതിസന്ധിയുടെ കാരണം എങ്ങും നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട. കരയുന്ന അമ്മമാര് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഇന്നേ സമൂഹത്തിൽ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ബന്ധങ്ങൾ ശിഥിലമാകുന്നത്. അതുകൊണ്ട് അമ്മ എന്ന് വിളിക്കുമ്പോൾ കണ്ണുനീരെന്നുള്ള പദം കൂടി അതോട് ചേർത്ത് വെക്കുവാനായിട്ട് സാധിക്കണം.
ആ 2 വാക്ക് ഉച്ചരിക്കുമ്പോൾ അല്പം വിറയലോട് കൂടി മാത്രമേ ഉച്ചരിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഒരമ്മ കരയുകയാണ്. മകന്റെ മടങ്ങി വരവിന് വേണ്ടി ഒരമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. മോറിയ മലയിൽ ബലിയർപ്പിക്കുവാൻ കൊണ്ടുപോയ മകൻ അല്പസമയം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു തോന്നലുള്ള ഒരു അമ്മ സർവവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഒരു ബലിപീഠത്തിൽ ചെന്ന് ഒരു ബലിയർപ്പിക്കുവാൻ ശക്തിയുള്ള കണ്ണുനീരിന്റെ ബലമാണ് അവിടെ കാണുന്നത്. പണ്ടൊരു മോന് അമ്മയുമായൊരു വഴക്കിട്ടതിന് കാരണമുണ്ട്. മകൻ ചെന്നൊരു പുതിയ ഷർട്ട് മേടിച്ചുകൊണ്ട് വന്നു. വില കൂടിയ ഷർട്ടാണ്. അത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഒന്ന് അലക്കി വൃത്തിയാക്കി നാളെ ഓഫീസിൽ പോകാൻ പാകത്തിന് അതൊന്ന് തേച്ച് വൃക്കി വെക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമ്മമാര് ഒരിക്കലും വീട്ടിൽ ഒരു സാധനവും ചെലവാക്കുവാൻ തുനിയേയില്ല. അടുക്കള ഭരണ അമ്മമാരുടെ കയ്യിലായതുകൊണ്ടാണ് മാസം ഈ 5000 രൂപയ്ക്കൊക്കെ ഈ ഭവനം ഓടുന്നത്. പുരുഷന്മാരുടെ കയ്യിലാണെങ്കിൽ ആ ഭവനം അന്നേ തീർന്നു. കാരണം ഈ അമ്മയാണെങ്കിൽ ഒരു മാസം 1 കിലോ വെളിച്ചെണ്ണ മതി. ഒരു പുരുഷന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ എണ്ണയിൽ കുളിച്ച് ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. എണ്ണയിൽ സ്നാനം ചെയ്ത് എല്ലാം ഉപയോഗിക്കുള്ളൂ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ എല്ലാ കാര്യത്തിലും അമ്മമാരെ എല്ലാ കാര്യങ്ങളും കുറച്ച് ചെലവാക്കും. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ പിതാക്കന്മാരുടെ ബുദ്ധിമുട്ട് നല്ലവണ്ണം അറിയാം. കാരണം ഇവര് കടന്നുറങ്ങുമ്പോൾ ഈ പിതാക്കന്മാരുടെ കാലിൽ പോയി മക്കളൊന്ന് നോക്കണം. എന്താണെന്നറിയാമോ? ആ കാലൊക്കെ ഒന്ന് നോക്കിയാൽ വിണ്ട് കീറി ആ നഖത്തിൻ്റെ അവിടെയൊക്കെ കുഴിനകം വന്ന് നമ്മൾ പറയാം അപ്പന്മാർക്ക് വൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന് പറയും. വൃത്തിയില്ലാത്തതുകൊണ്ടല്ല മക്കളെ, ഇത് കഷ്ടപ്പാടിൻ്റെ പാടാണ്. അത് അവരുടെ മുഖമുദ്രയാണ്. ഈ പിതാക്കന്മാരുടെ മുഖമുദ്രയാണ് അത്. അവർ കടന്ന് പുതച്ച് മൂടി കിടക്കുന്ന സമയത്ത് ഈ പുതപ്പൊന്നും ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ആ കാലയിലൊന്ന് തൊട്ടുമുത്തണം. ഇതാർക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്? ഒരമ്മയ്ക്കാണ് ഇത് കൃത്യമായിട്ട് അറിയുന്നത്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യും? ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ലുബ്ധതയോടെ കുറച്ച് അമ്മ ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പൊ ഈ മകൻ ഈ ഷർട്ട് ഈ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോൾ അമ്മ എന്ത് ചെയ്തു? അത് വാഷിംഗ് മെഷീനുണ്ട്, പക്ഷേ വാഷിംഗ് മെഷീനിലൊന്നും ഇടാതെ ബക്കറ്റിൽ വെള്ളമൊക്കെ മുക്കി വെച്ച് കുറച്ച് ഡിറ്റർജൻ്റൊക്കെ മുക്കി പഴയ കാലത്തെ ആ വലിയ 501 ബാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് മിനുക്കി അമ്മ അലക്കുകല്ലിലിട്ട് കുത്താൻ തുടങ്ങി. അമ്മമാർ അലക്കുമ്പം വേറൊരു പ്രശ്നമുണ്ട്. ഈ അലക്കുന്നതിന് തന്നെ ഒരു റിതമുണ്ട്. ഒരു പ്രത്യേക താളത്തിലായിരിക്കും ഈ ഷർട്ടൊക്കെ ഇങ്ങനെ കുത്തുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ അമ്മമാര് അലക്കുന്നതിൻ്റെ താളം, നടക്കുന്നതിൻ്റെ താളം, അവർ ജീവിക്കുന്നതിൻ്റെ താളമൊക്കെ ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഒരു താളമുണ്ട്. കരയുന്നതിന് പോലും ഒരു താളമുണ്ട്. അപ്പൊ ഈ താളത്തിൽ അലക്കി ആ ഷർട്ടിന്റെ സകലമാന ബട്ടൺസും അമ്മ പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ അത് കൊണ്ടുപോയി ഉണക്കി അത് ഇസ്തിരി ഇട്ടു, അത് തേക്കുക എന്ന് പറയുമ്പോൾ കറണ്ട് പെട്ടി ഉപയോഗിക്കുകയില്ല. പിന്നെ എന്തുപയോഗിക്കും? കരിയിടുന്ന പെട്ടിയെ ഉപയോഗിക്കുള്ളൂ. അതൊക്കെ ഉപയോഗിച്ച് തേച്ച് വൃത്തിയായിട്ട് മനോഹരമായിട്ട് ആ അലമാരി കൊണ്ടുവച്ചു. പിറ്റേ ദിവസം രാവിലെ മോൻ ഷർട്ട് എടുത്ത് ഇടാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ബട്ടൺസ് അതേലില്ല. സകലത അടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുക. ഇനി മോന്റെ പ്രതികരണം എന്തായിരിക്കും? എന്നാ അമ്മ ഈ കാണിച്ചത്? എന്ത് വില കൂടിയ ഷർട്ടാണ്, ഈ തള്ളക്ക് ഇത് വല്ലതും അറിയൂ? ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സംഭാഷണം പോകുന്നത്. അത് കഴിഞ്ഞ് മകൻ അലമാരിയിൽ നിന്ന് വേറൊരു ഷർട്ട് എടുത്തിട്ട് അമ്മയെ പ്രാഗിക്കൊണ്ട് പടിപ്പുരയിലേക്ക് ഇറങ്ങുകയാണ്. ഗേറ്റിന്റെ മുന്നിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആ സമയം നാണമില്ലാത്ത അമ്മ എന്ത് ചെയ്യും? പുറകെ ചെന്ന് ഈ മോനെ യാത്ര അയക്കാനായിട്ട് അമ്മ ചെല്ലും. അങ്ങനെ അവൻ ബൈക്കിൽ കയറി പോകാൻ ഒരുങ്ങിയപ്പോൾ ഉടനെ തന്നെ അവനൊരു ഫോൺ വന്നു. കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് ഫോൺ വന്നത്. നീ എളുപ്പം ഇങ്ങ് വരണം, എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ അമ്മ മരിച്ചിരിക്കുന്നു. വാഴയിലയിൽ കിടത്തി, തലയുടെ അവിടെ തിരികത്തിച്ചിട്ടുണ്ട്, നാളികേരം ഉടച്ചിട്ടുണ്ട്, ചന്ദനത്തിരിയുടെ ഗന്ധം, സഹോദരിമാരുടെ അമ്മേ എന്നുള്ള വിളി കൊണ്ടുള്ള കരച്ചിൽ, ഇതൊക്കെ വല്ലാത്ത ഒരു അമ്മയുടെ മരണത്തിന്റെ ഗന്ധം അവന്റെ മനസ്സിൽ തൊട്ടുണർത്തി.
നീ അധിക സമയം ഈ മകൻ അവിടെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ കൂട്ടുകാരനോട് പറയാണ്, ഞാൻ എളുപ്പം വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറയാണ്. ബൈക്കിൽ കയറി അവൻ ഓടി. പെട്ടെന്ന് ധൃതിയിൽ അവന്റെ വീട്ടിലേക്ക് വന്നു. ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി സ്റ്റാൻഡിലൊന്നും വെക്കാൻ അവൻ തുനിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ വണ്ടി മറിച്ചിട്ട് അവൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. ഉമ്മറപ്പടിയിലേക്ക് ചെന്ന് അമ്മയെന്ന് വിളിച്ചു, അമ്മയുടെ വിളി കേൾക്കാനില്ല. നടുത്തളത്തിൽ ചെന്ന് അമ്മയെന്ന് വിളിച്ചു, അമ്മയുടെ വിളി കേൾക്കാനില്ല. അമ്മ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അടുക്കളയിലാണ് അമ്മയെന്ന് വിളിച്ചത്, അമ്മയെ കാണാനില്ല. അമ്മ ഉറങ്ങുന്ന മുറിയിൽ ചെന്ന് അമ്മയെ എന്ന് വിളിച്ചു, അവിടെയും അമ്മയെ കാണാനില്ല. അടുക്കള വശത്തെ വാതിലിലൂടെ അടുക്കള വശത്തെ മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ ഇറങ്ങിയപ്പോൾ അമ്മ ആ കയ്യാലപ്പുറത്ത് ഒരു കല്ലെടുത്തിട്ട് അതിന്റെ മുകളിലിരുന്ന മാന്റെ ഷർട്ടിന്റെ ബട്ടൺസ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ ഷർട്ട് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈ മകൻ അമ്മയുടെ മടിയിൽ മുഖമമർത്തി കരയുകയാണ്. ഇതല്ലേ ചില ബന്ധങ്ങൾ? അമ്മയും മക്കളും, അമ്മയും ലോകവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയല്ലേ അല്ലേ? വഴിയിലേക്ക് പോയി സന്ധ്യയ്ക്ക് മടങ്ങി വരുന്ന നിങ്ങള് ഉമ്മറപ്പടിയിലിരിക്കുന്ന പുസ്തകം വായിക്കുന്ന മകനോട് ചോദിക്കുന്നത് എന്താണ്? അമ്മ എന്ത് ചെയ്യടാന്നാ ചോദിക്കുന്നത്. ആരുടെ അമ്മയാ? നിങ്ങളുടെ ഭാര്യ. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന അമ്മ എന്ത് ചെയ്യടാന്നാണ് ചോദിക്കുന്നത്. 4 മണിക്ക് ക്ലാസ് വിട്ട് വരുന്ന മകൻ മുറ്റത്ത് വിറക് കയറുന്ന അപ്പനോട് ചോദിക്കുന്നത് എന്നാ? അമ്മ എന്ത് ചെയ്യുന്നാണ് ചോദിക്കുന്നത്. എന്താ ഇത്രമാത്രം ഒരു വൈകാരിക ബന്ധം? 2 തുള്ളി കണ്ണുനീരിന്റെ ബലമാണത്. കേട്ടോ കേട്ടോ ഈ 2 തുള്ളി കണ്ണുനീര് സമർപ്പിക്കുമ്പോഴാണ് ഭാര്യ അമ്മയായിട്ട് മാറുന്നത്. നിങ്ങൾ വിവാഹ കൂദാശയിൽ വിവാഹം കഴിച്ച് അയപ്പിക്കുമ്പോൾ സമയത്ത് നിങ്ങൾ 40 ദിവസം രാജാവ് രാജ്ഞിയാണ്. 40 ദിവസത്തേക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. കുറച്ച് കഴിയുമ്പോൾ മക്കളുണ്ടായി കഴിയുമ്പോൾ അപ്പനും അമ്മയും ആയി. പിന്നെ അത് വല്യപ്പച്ചനും വല്യമ്മച്ചിയുമായി. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? വിവാഹ കൂദാശയുടെ അനുഭവം, വിവാഹ കൂദാശ ഇങ്ങനെ നിരന്തരമായി നിങ്ങളുടെ ജീവിതത്തിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂദാശ അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ആകാശത്തെയും ഭൂമിയെയും പറയുമ്പോൾ കൂദാശ അവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഈ ലോകത്ത് ജീവനോടിരിക്കുന്നിടത്തോളം കാലം ഈ കൂദാശ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു കുരിശ് നിങ്ങളുടെ ഇടയിൽ നാട്ടി ഒരു കയറ് കൊണ്ട് ബന്ധിച്ചാണ് നിങ്ങളെ വിടുന്നത്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യും? ഈ ക്രൂശെ കാണുമ്പോൾ ഉടനെ തന്നെ കരയും. ഈ ക്രൂശിൽ തലയമർത്തി തേങ്ങും. ആ ബലിപീഠത്തിൽ ബലിയർപ്പിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും കരയുവാനായിട്ട് കഴിയുന്നുണ്ട്. അമ്മയുടെ ഇരുതുള്ളി കണ്ണുനീര് ഒരു വലിയ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പനും മകനും ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. 2 പേരുടെയും ലക്ഷ്യം മോറിയ മലയിലെ ആ ബലിപീഠത്തിലേക്ക് ആണ്. അപ്പന്റെ പ്രാർത്ഥന എന്തായിരിക്കും? ബലഹീനമായി ഇതിനെ സ്വീകരിക്കണമേ എന്നായിരിക്കും അപ്പന്റെ പ്രാർത്ഥന. മോന്റെ പ്രാർത്ഥന എന്തായിരിക്കും? അപ്പന് എന്നെ ആ ബലിപീഠത്തിൽ കൊണ്ടുപോയി ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം അപ്പന്റെ ധൈര്യം നൽകണമേ എന്നാണ് മകന്റെ പ്രാർത്ഥന. കരയുന്ന ഒരു അമ്മയുള്ള കുടുംബത്തിൽ നിന്ന് പുറപ്പെടുന്ന ചില ബലിപീഠത്തിലേക്ക് യാത്ര ചെയ്യുന്ന ചില പ്രത്യേകതകളാണ് അവിടെ കണ്ടുമുട്ടുന്നത്. 2 പേരും ആ മോറിയ മലയിലെ ബലിപീഠം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ ബലിപീഠത്തിലേക്ക് അവര് 3 ദിവസത്തെ വഴിദൂരം നടന്ന് അവർ മോറിയ മലയിലെ ബലിപീഠത്തിലേക്ക് എത്തി. ഇസഹാക്ക് ബാലന്റെ പുറത്തിരുന്ന വിറകിന്റെ ചുമട് താഴെ ഇറക്കി വെച്ചു. അവന്റെ കൈ പുറകോട്ട് ചേർത്ത് ബന്ധിച്ചു. ബലിപീഠം വിശുദ്ധീകരിച്ചു. അവന്റെ ചുമലിലെ സകല ഭാരവും ആ ബലിപീഠത്തിൽ ഇറക്കി വെച്ച് മകനെ ഈ ബലിപീഠത്തിലേക്ക് കയറ്റി കടത്തുകയാണ്. കയ്യിലിരുന്ന വലിയ കത്തി, ഒരപ്പന്റെ വിശ്വാസ ധൈര്യം. കയ്യിലിരുന്ന വലിയ കത്തിയെടുത്ത് ഈ മകന്റെ കഴുത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായി പോയ സമയം മാലാഖ ഇടപെട്ടു. ഈ കഥ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ കൊച്ചു കരഞ്ഞു. ഇസഹാക്ക് എന്ന് പറയുന്ന ബാലനെ ബലിയർപ്പിക്കുവാനായിട്ട് ബലിപീഠത്തിൽ കൊണ്ടുപോയ കഥ ടീച്ചർ പറയുമ്പോൾ കൊച്ചു കരഞ്ഞു. എന്തിനാ മോനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ കൊച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു ടീച്ചറെ, ആ ബലിപീഠത്തില് ആ മാലാഖ വരാൻ അല്പം വൈകിയിരുന്നുവെങ്കിൽ ഇസഹാക്ക് എന്ന ബാലന്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്താണ് കൊച്ചു കരഞ്ഞത്.
മാലാഖ വരാൻ അല്പം വൈകിയിരുന്നു എങ്കിൽ മാലാഖ വരാൻ വൈകൂല. കാരണം എന്താ? കാരണം ഒന്ന് പറയാമോ? ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ ബലമാണ്. ഒരമ്മ സ്വന്തം ഭവനത്തിലിരുന്ന് കരയുന്ന കണ്ണുനീരിൻ്റെ ബലമാണ്. തോന്നുന്നില്ലേ? അങ്ങനെ ഒരു അമ്മ എനിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ, കരയുന്ന ഒരു അമ്മയെ കാണാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ഇപ്പോഴാണ് തോന്നുന്നത് അല്ലേ? ഈ പ്രായമുള്ള സമയത്ത് നമ്മുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ, അമ്മമാരെപ്പോഴും വിചാരിക്കുന്നതെന്നറിയാമോ? മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും ഒക്കെ മാറി ഇനി സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മക്കൾക്ക് മക്കളുണ്ടാകുന്നത്, കൊച്ചുമക്കളുണ്ടാകുന്നത്. പിന്നെ അടുത്ത ജോലി എന്താണ്? കൊച്ചുമക്കളെ വളർത്തുക എന്നുള്ളതാണ്. അവരെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാലും പിന്നെ വിചാരിക്കുന്നത് എന്താണ്? സ്വസ്ഥമായി എന്നാണ്. അപ്പോഴാണ് അവർക്കും വീണ്ടും മക്കളുണ്ടാകുന്നത്. അപ്പം അമ്മച്ചി വെറുതെ ചൊറിയും കുത്തിയിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ മക്കളെ നോക്കേണ്ട ജോലി ആർക്കാണ്? ഈ അപ്പച്ചനും അമ്മച്ചിക്കുമാണ്. അതുകൊണ്ടാണ് വിദേശത്ത് പോയ മക്കൾക്ക് മക്കളുണ്ടാകുന്ന സമയത്ത് നിങ്ങളെ വിസയൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. എന്തിനാ കൊണ്ടുപോകുന്നത്? കറക്റ്റ് കാര്യം പറയും. കൊച്ചുങ്ങളെ നോക്കാൻ സ്നേഹമുള്ളതുകൊണ്ടാണ് കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? ഈ പിള്ളേരുടെ വളർച്ചയിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അനിവാര്യമാണ്. എങ്കിലും ഇവർക്ക് ഈ മൃദുല വികാരങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ. ഇല്ല, ഇവർ വലിയ ഭീകരന്മാരും വലിയ രാക്ഷസന്മാരും രാക്ഷസികളുമായിട്ട് പിള്ളേർ മാറും. കൊച്ചു പിള്ളേരെ വളർത്തുന്ന സമയത്ത് വല്യപ്പച്ചനും വല്യമ്മച്ചിമാരും ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് വളരുന്ന മക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ നടന്നു നീങ്ങുമ്പോൾ അവരുടെ പ്രതിസന്ധികളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി പെട്ടെന്ന് അവർ കോപിക്കുകയില്ല. വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയാണ് അവർ ലോകത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു മാലാഖ അവിടെ കൃത്യമായിട്ട് സമയത്ത് ഇടപെടുകയാണ്. ഒരമ്മയുടെ കണ്ണുനീരിന്റെ ബലമാണ്. അവർ ഒരുമിച്ച് ഒരു ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഒരമ്മ ഭവനത്തിലിരുന്ന് കരയുകയാണ്. കണ്ണുനീരിന്റെ ബലം കൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് നടന്നു നീങ്ങുന്നു. അമ്മയുടെ ആ കുടുംബത്തിന്റെ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്നതായിരുന്നു. അതുകൊണ്ട് മോറിയ മലയിൽ അവരൊരു ബലിയർപ്പിച്ചു. മകന്റെ മടങ്ങിവരവും സാധ്യമായി. അവിടെ ഒരു ബലിയർപ്പണവും നടന്നു. ആ ബലിയർപ്പണവും കഴിഞ്ഞ് അപ്പനും മകനും സന്തോഷത്തോടുകൂടെ സ്വന്തം ഭവനത്തിലേക്ക് വരികയാണ്. ധ്യാനിക്കണം. എന്താണ് ധ്യാനിക്കേണ്ടത്? നോമ്പിൽ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, ആരോഗ്യമുള്ള പ്രാർത്ഥനയോടുകൂടെ ബലിപീഠത്തോട് സമീപിക്കുന്ന പ്രാർത്ഥനകളായിരിക്കണം. ഓരോ അടി നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും ബലിപീഠത്തോട് സമീപിക്കുവാൻ സാധ്യമല്ലാത്ത പ്രാർത്ഥനകളാണെങ്കിൽ അതൊരിക്കലും ആ ബലി ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല. നല്ലത് ചെയ്തെങ്കിൽ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടും. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാണ്, നീയോ അതിനെ കീഴടക്കണം. ആരോഗ്യമുള്ള പ്രാർത്ഥനയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചെങ്കിൽ മാത്രമേ, ബലിപീഠത്തോട് സമീപിക്കുന്ന പ്രാർത്ഥനകളാണെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസങ്ങൾ അർത്ഥസമ്പൂർണമാകുകയുള്ളൂ. 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. പരിശുദ്ധ ബലിപീഠത്തിലേക്ക് ബലിയർപ്പിക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് പിതാക്കന്മാർ എഴുതി ചേർത്ത കീർത്തനങ്ങളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന 3 ബലിയർപ്പണങ്ങൾ. പരിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, 8-ാം അധ്യായം, 22-ാം അധ്യായത്തിൽ പറയുന്ന 3 ബലികളെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഈ 3 ബലികൾക്കുമുള്ള പ്രത്യേകത, 3 ബലികളിലും പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്നതായിരുന്നു. അതുകൊണ്ട് അവരുടെ ബലിയർപ്പണം അർത്ഥസമ്പൂർണമായി. അവരുടെ ബലികൾ ദൈവസന്നിധിയിൽ സ്വീകരിച്ചു. ഇനി വിലാപങ്ങൾ വേണ്ട. ഇനി ഏത് നോമ്പ് നോക്കുന്നതിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും നമ്മൾ കുത്തി നിറയ്ക്കേണ്ട. ദൈവസന്നിധിയിൽ നിരന്തരമായി അനസ്യൂതം പ്രവഹിക്കുന്ന പ്രാർത്ഥന നമ്മൾക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. പ്രാർത്ഥനയുടെ ആരോഗ്യം നഷ്ടപ്പെടാതെ ഈ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്ന ഒന്നായി തീരുവാൻ തക്കവണ്ണം നമ്മളുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം അത് ഉപയുക്തമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും
വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ധ്യയിൽ അല്പസമയം നിങ്ങളോട് ഒത്ത് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ലഭിച്ചതായിട്ടുള്ള ഈ നിമിഷത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിനായിട്ടൊരു അവസരം തന്ന വന്യനായ എൻ്റെ ജ്യേഷ്ഠനായ അപ്പോളച്ചനോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദിയും സ്നേഹവും ആദരവും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈ നോമ്പിലൂടെ കടന്ന് സന്തോഷത്തിൻ്റെ തുറമുഖത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും പ്രാപ്തരാക്കി തീർക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയ വൈദിക ശ്രേഷ്ഠരെ, വന്നുകൂടിയിരിക്കുന്ന വിശ്വാസികളെ, നമ്മുടെ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ശ്രീപള്ളിയുടെ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ ഭവനത്തിൽ വെച്ചുള്ള ആദ്യത്തെ പ്രാർത്ഥനയാണ് ഇന്ന്. അല്ലാതെ നാം കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പ്രാർത്ഥനാ സംഗമം നടന്നു. ഇത് ആദ്യത്തെ ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് ഇവിടെ വന്ന് നമുക്ക് ആത്മീയമായ ഇത്രയൊരു നല്ല ദൂത് തന്ന് അച്ഛൻ മല്ലപ്പള്ളി അന്തോണിയോസ് പേരായുടെ ഭരണാധിപനായിരിക്കുന്ന അച്ഛൻ നല്ലൊരു ദൂതാണ് നമുക്ക് തന്നത്. എല്ലാവരും കേട്ട് കാണും. നമ്മളൊക്കെ ഞായറാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോകും. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം സത്യമാണ്. നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥനകൾ ബലിപീഠത്തിലേക്ക് ചെല്ലുന്നില്ല. അതിൻ്റെ കാരണം അച്ഛൻ പറഞ്ഞത്, അതിൻ്റെ കാരണം നമ്മൾ ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുക്കുന്നില്ല. ഹാബേലിൻ്റെ ബലി ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുത്തു. ഹാബേലിൻ്റെ ബലിപീഠത്തിലേക്ക് ബലിപീഠത്തിൽ ദൈവം പ്രസാദിച്ചു. അതുപോലെ നോഹയുടെ ബലിയും ദൈവം പ്രസാദിച്ചു. അവസാനം അബ്രഹാമിൻ്റെ ബലിയും ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുക്കുക, ശ്രേഷ്ഠമായ ആരാധന നടത്തുക, നമുക്ക് ശ്രേഷ്ഠമായതിനെ ദൈവത്തിന് സമർപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയും ബലിപീഠത്തിലേക്ക് ചെല്ലും എന്നുള്ളത് സത്യമാണ്. അത് അച്ഛൻ്റെ വായിൽ നിന്ന് നമുക്ക് പറഞ്ഞു. ഇത്രയും നല്ല ഒരു ആത്മീയ ദൂത് നമുക്ക് തന്ന അച്ഛനെ ഈ പാമ്പാടി സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ശ്രീപള്ളിയുടെ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ പേരിൽ എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് നമ്മുടെ വികാരി അച്ഛനാണ്. അച്ഛനെ പറ്റി പ്രത്യേകം പറയേണ്ട. അച്ഛന് നമ്മുടെ ഒരു മെയിൻ സ്വിച്ചാണ്. ആ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നടക്കുകയില്ല. നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന അച്ഛനാണ്. അച്ഛൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ആ അച്ഛൻ സ്വിച്ച് ഒരിക്കലും ഓഫ് ചെയ്യുകയില്ല. അച്ഛനാണ് നമ്മുടെ മെയിൻ സ്വിച്ച്. അച്ഛനെ ഈ പ്രാർത്ഥനയുടെ സംഗമത്തിൻ്റെ പേരിൽ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് ഇവിടെ വന്നിരിക്കുന്ന ഇടവക ജനങ്ങളും ഇടവകയ്ക്ക് പുറത്തുള്ളവരുമായ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരോട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇടവകയ്ക്ക് പുറത്തുനിന്ന് വന്നവരോടൊരു അഭ്യർത്ഥനയുണ്ട്. ഈ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ശ്രീപള്ളിയുടെ 4 ദിവസത്തെ ഈ ഭവനത്തിൽ നിന്നുള്ള പ്രാർത്ഥന എല്ലാം ഈ ചുറ്റുപാട്, ഒരു വീടല്ലേ അപ്പുറത്തെ വീട്, ഈ ഏരിയയിലുള്ള വീടുകളാണ്. അങ്ങേ ഭാഗത്തോട്ടൊന്നുമില്ല. ഇവിടുന്ന് വന്നവരെല്ലാം ഈ ഏരിയയിലുള്ള പ്രാർത്ഥന ഇടവകയ്ക്ക് പുറത്തുള്ളവർ അവർ ഇനിയും ഈ ബാക്കി 3 യോഗത്തിലും വന്ന് സംബന്ധിക്കണമെന്ന് ഒരപേക്ഷയുണ്ട്. ഇവിടെ നമുക്ക് ഇതിനു വേണ്ടി ഈ ഭവനം ഒരുക്കി തന്ന വണ്ടാനത്തുവേൽ തോമസ് എബ്രഹാമത്തിനോടുള്ള കുടുംബത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം ഇന്നൊരു സ്നേഹവിരുന്ന് കഞ്ഞിയുണ്ട്. അതിൽ നൽകാൻ സന്മനസ് കാണിച്ച ആ കുടുംബനാഥനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വരുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചു. നാളെ രാവിലെ 7 മണിക്ക് നമസ്കാരം 8 മണിക്ക് വിശുദ്ധ കുർബാന. അടുത്ത ശനിയാഴ്ച ആണ് അടുത്ത പ്രാർത്ഥനാ സംഗമം. ഇതുപോലെ 6 മണിക്ക് നാട്ടിൽ ഇടപെടുകയാണ്. ഒരമ്മയുടെ കണ്ണുനീരിന്റെ ബലമാണ്. അവർ ഒരുമിച്ച് ഒരു ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് പോവുകയാണ്.
ഒരമ്മ ഭവനത്തിലിരുന്ന് കരയുകയാണ്. കണ്ണുനീരിന്റെ ബലം കൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് നടന്നു നീങ്ങുന്നു. അമ്മയുടെ ആ കുടുംബത്തിന്റെ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്നതായിരുന്നു. അതുകൊണ്ട് മോറിയ മലയിൽ അവരൊരു ബലിയർപ്പിച്ചു. മകന്റെ മടങ്ങി വരവും സാധ്യമായി. അവിടെ ഒരു ബലിയർപ്പണവും നടന്നു. ആ ബലിയർപ്പണവും കഴിഞ്ഞ് അപ്പനും മകനും സന്തോഷത്തോടുകൂടെ സ്വന്തം ഭവനത്തിലേക്ക് വരികയാണ്. ധ്യാനിക്കണം. എന്താണ് ധ്യാനിക്കേണ്ടത്? നോമ്പിൽ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, ആരോഗ്യമുള്ള പ്രാർത്ഥനയോടുകൂടെ ബലിപീഠത്തോട് സമീപിക്കുന്ന പ്രാർത്ഥനകളായിരിക്കണം. ഓരോ അടി നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും ബലിപീഠത്തോട് സമീപിക്കുവാൻ സാധ്യമല്ലാത്ത പ്രാർത്ഥനകളാണെങ്കിൽ അതൊരിക്കലും ആ ബലി ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല. നല്ലത് ചെയ്തെങ്കിൽ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടും. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാണ്, നീയോ അതിനെ കീഴടക്കണം. ആരോഗ്യമുള്ള പ്രാർത്ഥനയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചെങ്കിൽ മാത്രമേ, ബലിപീഠത്തോട് സമീപിക്കുന്ന പ്രാർത്ഥനകളാണെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസങ്ങൾ അർത്ഥസമ്പൂർണമാകുകയുള്ളൂ. 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. പരിശുദ്ധ ബലിപീഠത്തിലേക്ക് ബലിയർപ്പിക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് പിതാക്കന്മാർ എഴുതി ചേർത്ത കീർത്തനങ്ങളിൽ ചേർത്ത് വച്ചിരിക്കുന്ന 3 ബലിയർപ്പണങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, 8-ാം അധ്യായം, 22-ാം അധ്യായത്തിൽ പറയുന്ന 3 ബലികളെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഈ 3 ബലികൾക്കുമുള്ള പ്രത്യേകത, 3 ബലികളിലും അവരുടെ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്നതായിരുന്നു. അതുകൊണ്ട് അവരുടെ ബലിയർപ്പണം അർത്ഥസമ്പൂർണമായി. അവരുടെ ബലികൾ ദൈവസന്നിധിയിൽ സ്വീകരിച്ചു. ഇനി വിലാപങ്ങൾ വേണ്ട. ഇനി ഏത് നോമ്പ് നോക്കുന്നതിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും നമ്മൾ കുത്തി നിറയ്ക്കേണ്ട. ദൈവസന്നിധിയിൽ നിരന്തരമായി അനസ്യൂതം പ്രവഹിക്കുന്ന പ്രാർത്ഥന നമ്മൾക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. പ്രാർത്ഥനയുടെ ആരോഗ്യം നഷ്ടപ്പെടാതെ ഈ പ്രാർത്ഥന ബലിപീഠത്തോട് സമീപിക്കുന്ന ഒന്നായി തീരുവാൻ തക്കവണ്ണം നമ്മളുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം അത് ഉപയുക്തമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ധ്യയിൽ അല്പസമയം നിങ്ങളോട് ഒത്ത് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ലഭിച്ചതായിട്ടുള്ള ഈ നിമിഷത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിനായിട്ടൊരു അവസരം തന്ന വന്യനായ എൻ്റെ ജ്യേഷ്ഠനായ അപ്പോളച്ചനോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദിയും സ്നേഹവും ആദരവും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈ നോമ്പിലൂടെ കടന്ന് സന്തോഷത്തിൻ്റെ തുറമുഖത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും പ്രാപ്തരാക്കി തീർക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയ വൈദിക ശ്രേഷ്ഠരെ, വന്നുകൂടിയിരിക്കുന്ന വിശ്വാസികളെ, നമ്മുടെ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ശ്രീപള്ളിയുടെ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ ഭവനത്തിൽ വെച്ചുള്ള ആദ്യത്തെ പ്രാർത്ഥനയാണ് ഇന്ന്. അല്ലാതെ നാം കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പ്രാർത്ഥനാ സംഗമം നടന്നു. ഇത് ആദ്യത്തെ ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് ഇവിടെ വന്ന് നമുക്ക് ആത്മീയമായ ഇത്രയൊരു നല്ല ദൂത് തന്ന അച്ഛൻ, മല്ലപ്പള്ളി അന്തോണിയോസ് തേറായുടെ ഭരണാധിപനായിരിക്കുന്ന അച്ഛൻ നല്ലൊരു ദൂതാണ് നമുക്ക് തന്നത്. എല്ലാവരും കേട്ട് കാണും. നമ്മളൊക്കെ ഞായറാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോകും. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം സത്യമാണ്. നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥനകൾ ബലിപീഠത്തിലേക്ക് ചെല്ലുന്നില്ല. അതിൻ്റെ കാരണം അച്ഛൻ പറഞ്ഞത്, അതിൻ്റെ കാരണം നമ്മൾ ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുക്കുന്നില്ല. ഹാബേലിൻ്റെ ബലി ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുത്തു. ഹാബേലിൻ്റെ ബലിപീഠത്തിലേക്ക് പ്രാർത്ഥന ബലിപീഠത്തിൽ ദൈവം പ്രസാദിച്ചു. അതുപോലെ നോഹയുടെ ബലിയും ദൈവം പ്രസാദിച്ചു. അവസാനം അബ്രഹാമിൻ്റെ ബലിയും ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുക്കുക, ശ്രേഷ്ഠമായ ആരാധന നടത്തുക,
നമുക്ക് ശ്രേഷ്ഠമായതിനെ ദൈവത്തിന് സമർപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയും ബലിപീഠത്തിലേക്ക് ചെല്ലും എന്നുള്ളത് സത്യമാണ്. അത് അച്ഛൻ്റെ വായിൽ നിന്ന് നമുക്ക് പറഞ്ഞു. ഇത്രയും നല്ല ഒരു ആത്മീയ ദൂത് നമുക്ക് തന്ന അച്ഛനെ ഈ പാമ്പാടി സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയുടെ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ പേരിൽ എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് നമ്മുടെ വികാരി അച്ഛനാണ്. അച്ഛനെ പറ്റി പ്രത്യേകം പറയേണ്ട. അച്ഛന് നമ്മുടെ ഒരു മെയിൻ സ്വിച്ചാണ്. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നടക്കുകയില്ല. നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന അച്ഛനാണ്. അച്ഛൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ആ അച്ഛൻ സ്വിച്ച് ഒരിക്കലും ഓഫ് ചെയ്യുകയില്ല. അച്ഛനാണ് നമ്മുടെ മെയിൻ സ്വിച്ച്. അച്ഛനെ ഈ പ്രാർത്ഥനയുടെ സംഗമത്തിൻ്റെ പേരിൽ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് ഇവിടെ വന്നിരിക്കുന്ന ഇടവക ജനങ്ങളും ഇടവകയ്ക്ക് പുറത്തുള്ളവരുമായ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരോട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇടവകയ്ക്ക് പുറത്തുനിന്ന് വന്നവരോടൊരു അഭ്യർത്ഥനയുണ്ട്. ഈ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയുടെ 4 ദിവസത്തെ ഈ ഭവനത്തിൽ നിന്നുള്ള പ്രാർത്ഥന എല്ലാം ഈ ചുറ്റുപാട്, ഒരു വീടല്ലേ അപ്പുറത്തെ വീട്, ഈ ഏരിയയിലുള്ള വീടുകളാണ്. അങ്ങേ ഭാഗത്തോട്ടൊന്നുമില്ല. ഇവിടുന്ന് വന്നവരെല്ലാം ഈ ഏരിയയിലുള്ള പ്രാർത്ഥന ഇടവകയ്ക്ക് പുറത്തുള്ളവർ അവർ ഇനിയും ഈ ബാക്കി 3 യോഗത്തിലും വന്ന് സംബന്ധിക്കണമെന്ന് ഒരപേക്ഷയുണ്ട്. ഇവിടെ നമുക്ക് ഇതിനു വേണ്ടി ഈ ഭവനം ഒരുക്കി തന്ന വണ്ടാനത്തുവയൽ തോമസ് എബ്രഹാമത്തിനോടുള്ള കുടുംബത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം ഇന്നൊരു സ്നേഹവിരുന്ന് കഞ്ഞിയുണ്ട്. അതിൽ നൽകാൻ സന്മനസ് കാണിച്ച ആ കുടുംബനാഥനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വരുന്നു.